നമുക്കിന്ന് +2 അക്കൗണ്ടൻസിയുടെ മോഡൽ എക്സാമിന് വന്ന 29ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ എ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, അതായത് ക്യാഷിനല്ലാതെ ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഇഷ്യൂ ഓഫ് ഷെയർസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. ഇവിടെ മെഷീനറി വാങ്ങിച്ചിട്ടുണ്ട്. എബിൻ ലിമിറ്റഡ് പർച്ചേസ്ഡ് എ മെഷീനറി ഫോർ ₹2,40,000 ഫ്രം മോഹൻ ലിമിറ്റഡ്. മോഹൻ ലിമിറ്റഡിൽ നിന്ന് എബിൻ ലിമിറ്റഡ് മെഷീനറി വാങ്ങിച്ചു. മെഷീനറിയുടെ വില എന്ന് പറയുന്നത് ₹2,40,000 ആണ്. അതിന് പകരമായിട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ₹100 ഷെയറുകളാണ്. ഷെയറുകളുടെ എണ്ണം ഇവിടെ നൽകിയിട്ടില്ല, ഷെയറിൻ്റെ വില മാത്രമാണ്, ഫേസ് വാല്യൂ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അത് രണ്ട് രീതിയിലാണ് ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നതെങ്കിൽ എന്തൊക്കെയാണ് ജേണൽ എൻട്രി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് അറ്റ് പാർ വാല്യൂലാണെങ്കിൽ, ഒന്ന് അറ്റ് 20% പ്രീമിയത്തിലാണെങ്കിൽ, അല്ലേ? അതായത് പാർ വാല്യൂ എന്ന് പറയുമ്പോൾ ₹100 തന്നെയാണ് ഈ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ 20% പ്രീമിയം എന്ന് പറയുമ്പോൾ 100ൻ്റെ കൂടെ 20% അതായത് 20 രൂപയുടെ കൂട്ടി 120 രൂപയ്ക്കാണ് ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നതെങ്കിൽ. അപ്പോൾ ഈ രണ്ട് കേസിലുമുള്ള ജേണൽ എൻട്രീസാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. AFSൻ്റെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയും ഒപ്പം തന്നെ +2 അക്കൗണ്ടൻസിയുടെ മറ്റ് ക്ലാസ്സുകൾക്ക് വേണ്ടിയും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കുക. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക, ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് ഇതുപോലൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ആ ജേണൽ എൻട്രീസ് എഴുതുമ്പോൾ ആദ്യം ഈ മെഷീനറി വാങ്ങിച്ച ജേണൽ എൻട്രി എഴുതുക. മെഷീനറി വാങ്ങിച്ചത് നമ്മൾ ആദ്യം മെഷീനറി വാങ്ങിക്കുന്നു. അപ്പോൾ ഇത് മോഹൻ ലിമിറ്റഡ് എന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു മോഹൻ ലിമിറ്റഡ്, അല്ലേ? അപ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു മോഹൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് 2,40,000 ആ മെഷീനറിയുടെ വാല്യൂ നമ്മളിവിടെ എഴുതുന്നു, അല്ലേ? 2,40,000 ഇവിടെ കാണിക്കുന്നു. അതിൻ്റെ നറേഷനായിട്ട് നമ്മൾ പർച്ചേസ്ഡ് മെഷീനറി എന്ന് കാണിക്കാം. ഇനി നമുക്ക് ആദ്യത്തെ കേസിൽ, അതായത് അറ്റ് പാർ വാല്യൂവിലാണ് ഈ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മൾ 2,40,000 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ആർക്കാണ് കൊടുക്കേണ്ടത്? മോഹൻ ലിമിറ്റഡിനാണ് കൊടുക്കേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ടത് മോഹൻ ലിമിറ്റഡിനാണ്. നമ്മൾ മെഷീനറി വാങ്ങിച്ചപ്പോൾ മോഹൻ ലിമിറ്റഡിനെ ക്രെഡിറ്റ് ചെയ്തിരുന്നു, ക്യാഷ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പം നമ്മൾ പകരമായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണ് മോഹൻ ലിമിറ്റഡിന്, അല്ലേ? അപ്പോൾ മോഹൻ ലിമിറ്റഡിനെ നമ്മൾ ക്യാൻസൽ ചെയ്യണം ഡെബിറ്റ് ചെയ്തുകൊണ്ട്. മോഹൻ ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ. അപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആദ്യത്തെ ഡെബിറ്റ് കൊടുക്കേണ്ട ആ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ആരിൽ നിന്നാണോ ഈ മെഷീനറി വാങ്ങിച്ചത്, അസറ്റ് വാങ്ങിച്ചത്, അയാളെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, അല്ലേ? മോഹൻ ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 2,40,000 ഇത് കാണിക്കുക. അപ്പോൾ ഇവിടെ 2,40,000 നമ്മളിവിടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പാർ വാല്യൂലാണെങ്കിൽ, പാർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ₹100 തന്നെയാണ്, അല്ലേ, ഷെയറിൻ്റെ വില. അപ്പോൾ നമ്മൾ മൊത്തം എത്ര രൂപയാണ് കൊടുക്കാനുള്ളത്? 2,40,000 ആണ് കൊടുക്കാനുള്ളത്. 2,40,000നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 2,400 കിട്ടും, അല്ലേ? ഇതാണ് നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്. നമ്മൾ എത്ര ഷെയറുകൾ ഇഷ്യൂ ചെയ്യണം എന്നുള്ളത് അത് നമ്മുടെ നറേഷനിൽ കൃത്യമായിട്ട് കാണിക്കുക. ഇപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്, എത്ര ഷെയറുകൾ ഇഷ്യൂ ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എത്ര രൂപ കൊടുക്കാനുണ്ട് അതേ ഡിവൈഡഡ് ബൈ അതിൻ്റെ പാർ വാല്യൂ, അല്ലേ? ഈ ഒരു ഒന്നാമത്തെ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർ വാല്യൂ ലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 2,400, അല്ലേ? അപ്പോൾ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് നമ്മളിവിടെ ഡെബിറ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ 2,400 × 100 2,40,000 കിട്ടും, അല്ലേ? അപ്പോൾ മോഹൻ ലിമിറ്റഡ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ, അല്ലേ? ടു ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാഷ് അല്ല ഇവിടെ കിട്ടുന്നത്, പകരം നമ്മളൊരു ക്യാഷ് കൊടുക്കാനുള്ള വ്യക്തിക്ക് ക്യാഷ് കൊടുക്കുന്നതിന് പകരമായിട്ടാണ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതിൻ്റെ വ്യക്തിയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്, ക്യാഷിനെ അല്ല. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റലിന് പകരം നമ്മൾ മോഹൻ ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ 2,40,000, അല്ലേ? നറേഷനായിട്ട് നമ്മൾ 2,400 ഷെയർസ് ഓഫ് ₹100 ഈച്ച് 2,400 ഷെയർസ് ഓഫ് ₹100 ഈച്ച് ആർ ഇഷ്യൂഡ് ആസ് എ കൺസിഡറേഷൻ ഫോർ മെഷീനറി പർച്ചേസ് എന്ന് നറേഷൻ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ അറ്റ് പാർ വാല്യൂലാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ നടത്തിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്ര രൂപയാണ് കൊടുക്കാനുള്ളത് അത്രയും രൂപ തന്നെ കൊടുക്കുന്നതായിട്ട് മോഹൻ ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ 2,40,000 എന്ന് പറഞ്ഞുകൊണ്ട് ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. നമുക്കിനി അടുത്ത കേസ്, അതായത് 20% പ്രീമിയത്തിലാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി ഇവിടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ ജേണൽ എൻട്രി വ്യത്യാസമൊന്നുമില്ല, നമുക്കിവിടെ എഴുതുന്ന പോലെ തന്നെ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു മോഹൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ് ജേണൽ എൻട്രി എഴുതുന്നു. അതിനുശേഷം രണ്ടാമത്തെ ജേണൽ എൻട്രി, അതായത് പ്രീമിയത്തിലാണ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആദ്യം എഴുതേണ്ട വ്യക്തി മോഹൻ ലിമിറ്റഡ് തന്നെയാണ്. മോഹൻ ലിമിറ്റഡ് കൊടുക്കാനുള്ള എമൗണ്ട് ഒന്ന് തന്നെയാണ് 2,40,000, അല്ലേ? പക്ഷേ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 20% പ്രീമിയത്തിലാണ് ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് കണ്ടുപിടിക്കണം. ഈ നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് 2,40,000 ഡിവൈഡഡ് ബൈ 120 എടുക്കണം. 120 എങ്ങനെയാണ് വന്നത്? 100 ഷെയർ നമ്മൾ ഫേസ് വാല്യൂ ഇഷ്യൂ ചെയ്തപ്പോൾ 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്, അല്ലേ? നമ്മൾ 20% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 120 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 120 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2,40,000നെ
120 എങ്ങനെയാണ് കിട്ടിയത്? 100 രൂപ ഫേസ് വാല്യൂ പ്ലസ് 100ൻ്റെ 20% ഇവിടെ ആഡ് ചെയ്യുമ്പോഴാണ് 120 വരുന്നത് അല്ലേ. അപ്പോൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ 120 കൊണ്ട് പ്രീമിയം ഉൾപ്പെടെയുള്ള എമൗണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2000 ഷെയർസിന് കിട്ടും അല്ലേ. എത്ര ഷെയറാണ് ഇഷ്യൂ ചെയ്യേണ്ടതെന്നുള്ള എണ്ണം കിട്ടി, 2000 ഷെയർസാണ്. ഇനി നമുക്കിതിൻ്റെ ഫേസ് വാല്യൂവും സെക്യൂരിറ്റീസ് പ്രീമിയമായിട്ട് ഈ ഒരു 2,40,000 ഡിവൈഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമുക്ക് ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് 2 ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞുകൊണ്ട് 2 ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് 2 lakhs എങ്ങനെയാണ് കിട്ടുക നോക്കുക. ഇവിടെ 2000 ഷെയർസ് ആണെന്നല്ലേ, 2000 × 100 അതിൻ്റെ ഫേസ് വാല്യൂ, അപ്പോൾ നമുക്ക് 2 lakhs കിട്ടും. ഇനി സെക്യൂരിറ്റീസ് പ്രീമിയമാണ് അടുത്തായിട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയത്തിനും ക്രെഡിറ്റ് കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ 2000 × 20 റുപ്പീസിലായിരുന്നു പ്രീമിയം സെക്യൂരിറ്റീസ് പ്രീമിയം തുക. അപ്പോൾ 2000 × 20 നമുക്ക് 40,000 കിട്ടും. അങ്ങനെ നമ്മൾ 2,40,000 കൊടുക്കുന്നു അല്ലേ, 2,40,000. അപ്പോൾ ഇതാണ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ നറേഷനായിട്ട് നമ്മൾ എഴുതുക 2000 ഷെയർസ് ഓഫ് ₹100 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് 20% അല്ലേ ആർ ഇഷ്യൂഡ് ആസ് എ കൺസിഡറേഷൻ ഫോർ മെഷീനറി പർച്ചേസ്ഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം. അതായത് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ക്യാഷിനല്ലാതെ ഏതെങ്കിലും അസറ്റ് വാങ്ങിച്ചിട്ട് പകരം ഇഷ്യൂ ചെയ്യുന്നത് ഒന്നുകിൽ അത് പാർ വാല്യൂലാകാം അല്ലെങ്കിൽ 20% പ്രീമിയത്തിലാകാം. ഇത്തരത്തിലുള്ള കേസുകളൊക്കെ ജേണലിൻ്റെ ഇങ്ങനെയാണ് എഴുതുന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഈ വരുന്ന എക്സാമിന് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു.